السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه الشرفاء أما بعد. പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു തുള്ളി വെളിച്ചം വാട്സാപ്പ് പ്രോഗ്രാമിലെ പ്രാസ്ഥാനിക സെഷൻ ഇന്ന് അവതരിപ്പിക്കുമ്പോൾ ഒരു തുള്ളി വെളിച്ചം എന്ന ഈ പ്രോഗ്രാം 90 ദിവസം ഇന്നത്തോടുകൂടെ പിന്നിടുകയാണ്. 3 മാസം തികക്കുന്ന ഈ സന്ദർഭത്തിൽ 90ാമത്തെ ദിനം പ്രാസ്ഥാനികം അവതരിപ്പിക്കുമ്പോൾ 90 വയസ്സ് പൂർത്തിയാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ അനുബന്ധ ഘടകങ്ങളുടെയും പ്രവർത്തന മണ്ഡലങ്ങളെ പരിചയപ്പെടുത്തുന്ന സെഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ഇസ്ലാമിക് സെൻറ്റർ ദമാം കമ്മിറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തുള്ളി വെളിച്ചം വാട്സാപ്പ് പ്രോഗ്രാം വളരെ വിജയകരമായി 3 മാസം ഇന്നത്തോടുകൂടെ പിന്നിടുകയാണ്. ഇതിനുവേണ്ടി സഹായിച്ച ഇതിൻ്റെ പ്രേക്ഷകരായി നിലകൊണ്ട എല്ലാവരെയും ഈ സമയം ഓർത്തുകൊണ്ട് തന്നെ പ്രാസ്ഥാനികം സെഷൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. 9 പതിറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിം സമൂഹത്തിലുണ്ടാക്കിയ ഇസ്ലാമിക ചൈതന്യവും സംഘടിച്ചു നിൽക്കുവാനുള്ള ആത്മീയ ചൈതന്യവും ഏറെക്കുറെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവാത്മകമായ പ്രവർത്തനത്തിൻ്റെ വലിയ ഒരു വ്യാപ്തി നമ്മളെ തോന്നിപ്പിക്കുന്ന ഘടകമാണ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ തവണകളിൽ ചർച്ച ചെയ്തത്. ബഹുമാനപ്പെട്ട സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നിരവധി സബ് കമ്മിറ്റികളും വിഭാഗം ആളുകളും നിലകൊള്ളുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഫത്തിഷീൻ തുടങ്ങി മുഅല്ലിം സമൂഹത്തെ മൊത്തത്തിൽ ഏകോപിപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സുഖകരമായ നിലയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ബോഡിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ വിദ്യാർത്ഥികളുടെ ഗുണനിലവാരങ്ങൾ പരിശോധിക്കുവാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും അവരുടെ ഒരു പരിശോധകരായി ആ കർമ്മം നിർവഹിക്കുന്ന പണ്ഡിതന്മാരാണ് മുഫത്തിഷീങ്ങൾ. അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഫത്തിഷീൻ എന്ന പരിശോധക സംഘത്തിൻ്റെ ഒരു ബോഡി നിലവിലുണ്ട്. മദ്രസകളിൽ പഠിപ്പിക്കുന്ന 10,000 വരുന്ന മദ്രസ അധ്യാപകർക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസം നടപ്പിലാക്കിയ മുഅല്ലിം സർവീസ് രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപകർക്ക് ഖുർആനിൽ പരിജ്ഞാനമുണ്ടാവാൻ അവരെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങളും വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ച് പഠന പാഠ്യ പദ്ധതികളുടെ സുഖകരമായ പ്രവർത്തനത്തിന് വേണ്ടി ട്യൂട്ടർമാരെയും സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് നിയമിച്ചിട്ടുണ്ട്. MSR മുസ്ലിം മുഅല്ലിം സർവീസ് രജിസ്ട്രേഷൻ അതിൻ്റെ യഥാവിധി കർമ്മങ്ങൾ നിർവഹിച്ച് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസ ബോർഡിലും ജംഇയ്യത്തുൽ മുഅല്ലിമീനിലും അപേക്ഷ നൽകുന്ന പക്ഷം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ക്ഷേമനിധിയിൽ നിന്നുള്ള സഹായവും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വക നൽകിക്കൊണ്ടിരിക്കുന്നു. ക്ഷേമനിധി നൽകുന്ന സഹായങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ ചെറിയൊരു കണക്ക് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ 119 പേർക്ക് 11 ലക്ഷം രൂപയുടെ ചെലവാണ് ഒരു വർഷത്തിൻ്റെ ഇടയിൽ മഹത്തായ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. വിവാഹ ആവശ്യത്തിന് വേണ്ടി 25 പേർക്ക് 3,33,300 രൂപയോളവും, ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 69 പേർക്ക് 5,96,800 രൂപയും, അടിയന്തര ശുശ്രൂഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി 13 ആളുകൾക്ക് 80,000 രൂപ വീതവും 9,000 രൂപയും, അതുപോലെ തന്നെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി 45,000 രൂപ തുടങ്ങി വിവിധങ്ങളായ മുഅല്ലിം വിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് സഹായകമായ പ്രവർത്തനങ്ങളും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ക്ഷേമനിധിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ തന്നെ നമ്മുടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്
എല്ലാ ഈ 2 വർഷവും കൂടുമ്പോൾ ഇസ്ലാമിക കലാമേള നടത്തപ്പെടുന്നു. കുട്ടികളുടെ സർഗസിദ്ധമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനു വേണ്ടിയും അത്തരം ആളുകളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി വളരെ വിജയകരമായി ആ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നു. മഹത്തായ ജമിയത്തുൽ മുഅല്ലിമീനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ CKM സാദിഖ് മുസ്ലിയാർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിൻ്റെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്നത് ദാറുൽ ഹുദ ഇസ്ലാമി അക്കാദമിയുടെ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഫൈലി കൂരിയാട് അവറുകളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പണ്ഡിത സമൂഹത്തിന് ഇസ്സത്തോടെ നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖും സന്മനസ്സും ആരോഗ്യവും സൗഭാഗ്യവും അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.